നമുക്ക് അടുപ്പിലോട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വച്ചതിന് ശേഷം നിങ്ങളൊരു 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിടുക. ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഒരു 12 ചുവന്ന ഉള്ളിയാണ്, കൊച്ചുള്ളി, അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അരിഞ്ഞ് നിങ്ങൾ എടുക്കണം, കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണം. ഇനി ഒരു 3 വലിയ സവാള കുഞ്ഞതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് 1-2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ഇട്ടോളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലോട്ട് കഴുകി വച്ചിരിക്കുന്ന 1/2 കിലോ ഇറച്ചിയും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും ചേർത്തിട്ട് നമുക്കൊരു 8 വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. 8 വിസിൽ കേട്ട് 2 മണിക്കൂറോളം നിങ്ങൾ കുക്കർ തുറക്കരുത്. എന്നാലേ ഇത് നല്ല കുഴഞ്ഞ് ആ പരുവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂറെങ്കിലും കുക്കർ തുറക്കരുത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ബീഫ് അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളം ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകവും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല കറക്റ്റ് കുഴഞ്ഞ് നല്ല പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒരുപാട് ഒഴിച്ചാൽ ഈ ബീഫ് മുഴുവനായും ഈ ഓയിലും ആയിട്ട് മിക്സാവും. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം നിങ്ങൾ ഓയിൽ ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഈ ബീഫ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും. ആ പരുവമാകുമ്പോൾ ഇത് കറക്റ്റ് പരുവമായി കിട്ടും നമുക്ക്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഒരു 6-7 മിനിറ്റോളം ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ശരിക്കും നല്ല ടേസ്റ്റിയാണ്, നല്ല കുഴഞ്ഞിരിപ്പുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.